മറക്കാതെ നീത് മറക്കാതെ നന്നായി വാണിടാം എന്നാലും എന്നോർക്കാതെ മണ്ണായി മാറും അഴകേറും നിന്നെ മണ്ണായി മാറും അഴകേറും നിർണയമൊരു നാളിൽ നീത് മറക്കാതെ നീത് മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീത് മറക്കാതെ നീത് മറക്കാതെ നിൻപ്രാണൻ പോകും ആത്മാവിൽ രക്ഷയെ നേടിയിടാൻ ശ്രീയേശുപാദേ വരുമോ നീ വേഗം കാലം നീ കളയാതെ നീത് മറക്കാതെ നീത് മറക്കാതെ. എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ വന്ദനങ്ങളും അല്പസമയം എല്ലാവരുടെയും ശേഷം ഞങ്ങളുടെ മെസ്സേജിലേക്ക് തിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ജെയിംസ് സിംസൺ എന്ന ശാസ്ത്രജ്ഞൻ വേദന അറിയാതെ ഓപ്പറേഷൻ നടത്തുവാൻ ക്ലോറോഫോം കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ അദ്ദേഹം തങ്ങളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? ഉടനെ അദ്ദേഹം അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്, ഞാനൊരു അധമവാദിയാണെന്നും എൻ്റെ ക്രിസ്തു രക്ഷകനാണെന്നുമുള്ള വസ്തുതയാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് അദ്ദേഹം പറയുവാനിടയായിത്തീരുന്നു. മരണത്തെക്കുറിച്ചൊക്കെ വാര്യതായ പാട്ടുകൾ ഇവിടെ കേട്ടല്ലോ. ഒരിക്കൽ മാനസ സരസിൽ നിന്നും ഒരു അരയന്നം ഭൂമിയിലേക്ക് വന്നപ്പോൾ കൊക്കുകളെല്ലാം കൂടെ അരയന്നത്തോട് ചോദിച്ചു, അവിടുത്തെ ആ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞു, ദേവന്മാരുണ്ട്, അപ്സരസുകളുണ്ട്, സുവർണ്ണ നദികളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനിടയിൽ കയറി ഒരു കൊക്ക് ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, അവിടെ ഞണ്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് നമ്മള് നിത്യജീവനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് ഈ ലോക ജീവിതത്തിൽ ഇവിടെ എന്തെല്ലാം നേടിയിട്ട് കെട്ടിപ്പിടിക്കുവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്തകൾ. പതുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ ഒടുക്കമെന്ത് സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ? അവരെല്ലാവരും പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും സമത്വമറ്റ സോളമൻ അവരെല്ലാം വിധിക്ക് മരണവിധിക്ക് കീഴടങ്ങി ലോകം വിട്ടുപോയി. മരണത്തെ ജയിച്ചുയർന്നെഴുന്നേറ്റ ഒറ്റ ഒരു അവതാരമേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് ഞങ്ങൾ ചുമ്മാതെ കെട്ടുകഥ പറയുന്നതല്ല, യേശു ചരിത്ര പുരുഷനാണ്. ബെഞ്ചമിൻ കാർസൺ എന്ന് പറയുന്നതായ ഡോക്ടർ പീഡിയാട്രീഷ്യൻ സർജനാണ് അദ്ദേഹം. ആ രോഗികളൊക്കെ മരണത്തിന്റെ അവസാന സമയത്ത് അവരദ്ദേഹത്തോട് പലരും നിലവിളിച്ചിട്ടുണ്ട്, ഈ അതിജതയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കുകയാണെങ്കിൽ എന്റെ മുഴുവൻ സ്വത്തും ഞാൻ താങ്കൾക്ക് തരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായി അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മരണമെന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ചെറിയ ആയുസ് മാത്രമേ നമുക്കിടയുള്ളൂ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. അപ്പോൾ മരണത്തെ ഏത് സമയത്തും നേരിടുവാൻ നാം തയ്യാറായിരിക്കണം. മരിക്കുന്നതിന് മുമ്പേ നാം ആത്മാവിന്റെ രക്ഷ നേടണം. ഈ താൽക്കാലിക ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അനശ്വരമായ ഒരു സത്ത, അതാണ് ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിന്റെ രക്ഷയെ കരുതാതെ നാം മരിച്ചുപോയാൽ നമ്മൾ എന്നേക്കും കത്തുന്ന ആ നിത്യനരകത്തിലേക്ക് നാം പോവുകയുള്ളൂ. മനുഷ്യൻ എങ്ങനെയാണ് മരണം ലോകത്തിൽ വന്നത്? പാപം മുഖാന്തരം മരണം ലോകത്തിൽ വന്നു. ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവരോട് പറഞ്ഞു, തോട്ടത്തിന്റെ ഏതൻ തോട്ടത്തിലാക്കി
അവരോട് പറഞ്ഞിട്ടില്ല ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന്. എന്നാൽ അവർ പാമ്പുമായ രൂപേണ വന്നിട്ട് ദൈവം പറഞ്ഞ കൽപ്പനയെ അനുസരിക്കാതെ അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി. അങ്ങനെ അവർ മരണത്തിന് ഏക മനുഷ്യന്റെ പാപത്താൽ മരണം ലോകത്തിൽ വന്നു. അങ്ങനെ എല്ലാവരും പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തു യേശുവിൽ നിത്യജീവൻ തന്നെ. ആ ദൈവം മനുഷ്യരെ ആ നരകവിധിയിൽ നിന്ന് രക്ഷിക്കാനാണ് ദൈവം തന്റെ പൊന്നോമ